ഏവർക്കും PC ടോക്സിലേക്ക് സ്വാഗതം. LP UP പരീക്ഷകളിലെല്ലാം വളരെ മനോഹരമായി തന്നെ എഴുതി. ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റർവ്യൂ ആണ്. PSC LP UP ഇൻ്റർവ്യൂ വളരെ വലിയൊരു കടമ്പ തന്നെയാണ്. 14 മാർക്ക് വരെ നമുക്ക് നേടാൻ കഴിയുന്ന ഒരു കടമ്പയാണത്. നമ്മളുടെ GK, അതുപോലെ ക്ലാസ് എടുക്കാനുള്ള കഴിവ്, ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അപ് ടു ഡേറ്റ് ആണോ നമ്മൾ എന്നെല്ലാം അറിയുവാനായി PSC ഇൻ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മുതൽ 14 വരെ മാർക്കാണ് PSC ഇൻ്റർവ്യൂവിൽ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് PSC LP UP ഇൻ്റർവ്യൂവിൽ ഒരു ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുവാൻ ആവശ്യപ്പെട്ടാൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യേണ്ട ഫ്രേസസ്, കോമണായി നമ്മൾ ഉപയോഗിക്കുന്ന പല ഫ്രേസസും തെറ്റുകൾ കൂടാതെ PSC ബോർഡ് മെമ്പേഴ്സിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും നമ്മൾ ഒരു ക്ലാസ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൽ ഉൾപ്പെടുത്തേണ്ട കോമൺ ഫ്രേസസ് ഏതെല്ലാമാണ് എന്നെല്ലാമാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തന്നെ ഇംഗ്ലീഷ് ക്ലാസ് വന്നാൽ അതെടുക്കാൻ റെഡിയാണോ? കുറച്ച് നെർവസ് ആയിരിക്കും. മലയാളം കൈകാര്യം ചെയ്യുന്നത് പോലെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ നമ്മളെല്ലാവരും പ്രാപ്തരാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടിയുള്ള ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് വൈഡായിട്ടുള്ള, ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇത്തരം യൂസേജുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ കോമണായിട്ട് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ഫ്രേസസുകളാണ് ക്ലാസ് റൂമിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസ്. അതെല്ലാമാണ് ഈ ക്ലാസ്സിൽ തുടർന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത്, എപ്പോഴും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, വേർ ഡിഡ് വി സ്റ്റോപ്പ് ലേണിംഗ് യെസ്റ്റർഡേ, വേർ ഡിഡ് വി സ്റ്റോപ്പ് ലേണിംഗ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ക്ലാസ് ആരംഭിക്കുന്നത്. എവിടെ നിന്നാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്, അവിടെ നിന്നാണ് ഇന്ന് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വേർ ഡിഡ് വി സ്റ്റോപ്പ് ലേണിംഗ് യെസ്റ്റർഡേ എന്ന ഫ്രേസ് എല്ലാ ഇംഗ്ലീഷ് ക്ലാസ്സിലും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ഒരിക്കലും പ്രതികരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ക്ലാസ്സിന് ഉത്തരമായി പറയണം, തേർഡ് പാരഗ്രാഫ് ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ. അവിടെ വെച്ചാണ് നമ്മൾ ക്ലാസ് നിർത്തിയിരിക്കുന്നത്. Where did we stop learning yesterday? The third paragraph of the first chapter. അടുത്തതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഫ്രേസസ് ആണ്. ഡു യു റിമെമ്പർ ദാറ്റ്? ഡിഡ് യു എന്നൊന്നും വെച്ച് ആരംഭിക്കരുത്. ഡു യു റിമെമ്പർ ദാറ്റ്? നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? നൗ ലെറ്റ്സ് സ്റ്റഡി. നമുക്കിനി തുടരാം, പഠനം തുടങ്ങാം. നൗ ലെറ്റ്സ് സ്റ്റഡി. എവറിവൺ ടേക്ക് യുവർ ബുക്സ്. എവറിവൺ ടേക്ക് യുവർ ബുക്സ്. ബുക്സ് ഏതാണെങ്കിലും നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് വീണ്ടും ദ തേർഡ് പാരഗ്രാഫ് ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് പാഠമാണ് അല്ലെങ്കിൽ ആ പാഠത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് ഈ എവറിവൺ ടേക്ക് യുവർ ബുക്സ് എന്ന ഫ്രേസിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതാണ്, ഹു ഈസ് റെഡി ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് നൗ? ഹു ഈസ് റെഡി ടു റീഡ്
ദ ടെക്സ്റ്റ് ബുക്ക് നൗ. ആരാണ് ഇനി ഈ പോർഷൻ വായിക്കാനായിട്ട്, ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫ് വായിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളത്? യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സെയിങ്. നമ്മൾ ക്ലാസ് കുട്ടികൾ വായിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ പദങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനു മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസാണ് യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സെയിങ്. യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സെയിങ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായും ഉപയോഗിക്കേണ്ട ഒരു ഫ്രേസ്, ഒരു സെൻറ്റൻസാണ് ഈസ് ദെയർ എനി വൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ ടോട്ട് സോ ഫാർ. ഈസ് ദെയർ എനി വൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ ടോട്ട് സോ ഫാർ. ഇത്ര നേരം ഞാൻ പഠിച്ചിട്ടും ആർക്കെങ്കിലും അത് മനസ്സിലാകാതിരുന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചോദിക്കണം. ഈസ് ദെയർ എനി വൺ who doesn't understand what has been taught so far. ക്ലാസ് കഴിയുന്നത് വരെയൊന്നും ചിലപ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് നമ്മളെ ക്ലാസ് എടുപ്പിക്കില്ലായിരിക്കാം. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയൊരു പോർഷൻ എടുക്കാൻ പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ അവസാനം ഈ ഒരു സെൻറ്റൻസ് നിർബന്ധമായും ചേർത്തിരിക്കണം. ഈസ് ദെയർ എനി വൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ ടോട്ട് സോ ഫാർ. ഇതിൽ 3 എണ്ണമാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഹു ഈസ് റെഡി ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് നൗ. യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സെയിങ്. ഈസ് ദെയർ എനി വൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ ടോട്ട് സോ ഫാർ. അടുത്തതായി കുട്ടികൾ, ഏതെങ്കിലും കുട്ടികൾ വയ്യാത്ത കുട്ടികളുണ്ട് എങ്കിൽ ആ കുട്ടികളോട് നമ്മൾ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യമാണ് ഡു യു ഹാവ് ഫീവർ, ഡു യു ഹാവ് കോൾഡ്. ഇപ്പോൾ ആ കുട്ടി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഗോ ആൻഡ് വാഷ് യുവർ ഫേസ്, ഗോ ആൻഡ് വാഷ് യുവർ നോസ്. ഇപ്പോൾ കോൾഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയില്ല ഗോ ആൻഡ് വാഷ് യുവർ നോസ്. നമ്മൾ കുട്ടികളില്ലെങ്കിൽ തന്നെയും ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള സെൻറ്റൻസ് ഉപയോഗിച്ചാൽ ആ ക്ലാസ്സിൻ്റെ ഈസിനെസ് നിലനിർത്താനായിട്ട് പറ്റും. അതൊരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതിനൊക്കെയാണ് ഡു യു ഹാവ് ഫീവർ, കോൾഡ് എന്നിടയ്ക്ക് നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ കുട്ടികളില്ലെങ്കിൽ പോലും നമുക്ക് ചോദിക്കാം. ദെൻ നമ്മൾ ഇപ്പോൾ ഒരു ഇടയിലൊരു ഇൻട്രപ്ഷൻ, ഇതേപോലെ തന്നെ ഒരു സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ ടേൺ ടു പേജ് നമ്പർ 6 ആക്ടിവിറ്റി 12 ഓർ ടേൺ ടു പേജ് നമ്പർ 7 ടേക്ക് റീഡ് ദ പാരഗ്രാഫ് 2 എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് you want to go and wash your face? Do you have a fever or cold? എന്നതിന് ശേഷം തീർച്ചയായും you want to go and wash your face എന്നുള്ള ചോദ്യം ആ കുട്ടികളോട് നമ്മൾ ചോദിക്കേണ്ടതാണ്. ദെൻ നമുക്ക് പറയാം, ആ കുട്ടി വേണം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ യു ക്യാൻ ഗോ നൗ. ആൻഡ് ഡു യു ഹാവ് എ റഫ് ബുക്ക്? നമുക്ക് ചോദിക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, റഫ് ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുക എങ്ങനെയാണ് ഡു യു ഹാവ് എ റഫ് ബുക്ക്. ഡു യു ഹാവ് നിങ്ങൾക്കുണ്ടോ റഫ് ബുക്ക്. ടേക്ക് യുവർ ആബ്സെൻറ്റ് നോട്ട്. ഏതെങ്കിലും കുട്ടികൾ കഴിഞ്ഞ ദിവസം വരാത്ത കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് പറയണം, ടേക്ക് യുവർ ആബ്സെൻറ്റ് നോട്ട് എഴുതി കൊണ്ടുവന്നത് എടുക്കുക. എന്ത് കാരണം കൊണ്ടാണ് മുടങ്ങിയതെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇതിൽ വരുന്ന ഫ്രേസസാണ്. ഈ ഫ്രേസസ് എവിടെയെങ്കിലും നമ്മൾ പെട്ടെന്നൊന്ന് ക്ലാസ് സ്റ്റക്കായി പോയി എങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഫ്രേസസാണ്. ഡു യു ഹാവ് ഫീവർ, ഡു യു ഹാവ് കോൾഡ്. ടേൺ ടു പേജ് നമ്പർ 6 ആക്ടിവിറ്റി 12. യു വാണ്ട് ടു ഗോ ആൻഡ് വാഷ് യുവർ ഫേസ്. യു വാണ്ട് ടു ഗോ ആൻഡ് വാഷ് യുവർ ഫേസ്. ഓക്കെ യു ക്യാൻ ഗോ നൗ. Do you have a rough book? Take your absent note. Take your
ആബ്സെൻറ്റ് നോട്ട് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് തന്നെ പെട്ടെന്ന് ക്ലാസ് ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ എടുക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് അറിയാതെ തന്നെ വന്നു പോകും. നമ്മൾ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കത് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ക്ലാസ്സിൽ സ്വാഭാവികമായിട്ട് പറയുന്ന 1-2 സെൻറ്റൻസാണ്. ഇസ് ദെയർ എ ചോക്ക്? ഇസ് ദെയർ എ ചോക്ക്? ചോക്ക് കാണാനില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് പറയാണ്. ഇസ് ദെയർ എ ചോക്ക്? ഐ ഡോണ്ട് സീ ദ ഡസ്റ്റർ. ഡസ്റ്ററും കാണാനില്ല. അതെവിടെയായിരിക്കണേ? ഐ ഡോണ്ട് സീ ദ ഡസ്റ്റർ. വേർ ഇറ്റ് ഈസ്? ഐ ഡോണ്ട് സീ ദ ഡസ്റ്റർ. വേർ ഇറ്റ് ഈസ്? പ്ലീസ് ചെക്ക്. നമുക്ക് കുട്ടികളോട് പറയാം, പ്ലീസ് ചെക്ക്. അപ്പു ഓർ കണ്ണൻ, പ്ലീസ് ചെക്ക് ദ വേർ ഇറ്റ് ഈസ്. ഐ ഡോണ്ട് സീ ദ ഡസ്റ്റർ. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഇത് ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടതായിരുന്നു. ഇറ്റ്സ് ഹോട്ട് ടുഡേ ഇസ്ൻ്റ് ഇറ്റ്? കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ച് ഇറ്റ്സ് കോൾഡ് ടുഡേ ഇസ്ൻ്റ് ഇറ്റ്? ഓർ ഇറ്റ്സ് ഹോട്ട് ടുഡേ ഇസ്ൻ്റ് ഇറ്റ്? നമുക്ക് യൂസ് ചെയ്യാവുന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്ന കോമൺ സെൻറ്റൻസാണ് ഇസ് ഇറ്റ് ഹോട്ട് ടുഡേ ഓർ ഇസ് ഇറ്റ് കോൾഡ് ടുഡേ. ഈ സെൻറ്റൻസ് ഒന്നുകൂടി വായിക്കണം. ഇസ് ദെയർ എ ചോക്ക്? ഐ ഡോണ്ട് സീ ദ ഡസ്റ്റർ. വേർ ഇറ്റ് ഈസ്? പ്ലീസ് ചെക്ക്. ഇറ്റ്സ് ഹോട്ട് ടുഡേ ഇസ്ൻ്റ് ഇറ്റ്? നല്ല സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ്. പക്ഷേ എല്ലാ ക്ലാസ്സിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എവിടെ വേണമെങ്കിൽ ഏത് നമ്മൾ സ്റ്റക്കായി പോകണ ഏത് സെൻറ്റൻസ് നമ്മൾ സ്റ്റക്കാവണമെങ്കിലും നമുക്ക് ഈ സെൻറ്റൻസ് ഇട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ അതൊരു യൂസ്ഫുള്ളാണത്. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെ കോമൺ വേർഡ്സ്, സെൻറ്റൻസ്, ഫ്രേസസ് ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ യൂസ് ചെയ്യുന്നതുണ്ട്. എങ്കിൽ പോലും എല്ലാം ഒരു ക്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, പറഞ്ഞു തരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ടീച്ചിങ് മാനുവൽ എഴുതുന്നതിൽ ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക. എവിടെയെങ്കിലും നമുക്ക് ഈ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാം. അത് ഇൻ്റർവ്യൂവിലുള്ള ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഡോണ്ട് ബി നെർവസ്. നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലിൽ ചെയ്യാനായിട്ടുള്ളൊരു മുന്നൊരുക്കം ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ക്ലാസ് എടുത്ത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.